യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമെങ്കിലും ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം ദിവസമായി. ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ യൂട്യൂബ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. കേശു ഡ്രസ്സ് മാറ്റുന്ന എന്തോ ഒരു സംഭവം അതിൽ ചെറുതായിട്ടൊന്ന് വന്നുപോയി. എനിക്കിപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. മോൻ്റെ എന്തെങ്കിലും അങ്ങനെയുള്ള മോനെ ഡ്രസ്സ് നല്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇടാതെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും അവിടെ നിന്ന് വാർണിംഗും വരും. അവർ തന്നെ, ഞാൻ പോലും അറിയാതെ തന്നെ അവർ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ സത്യം പറഞ്ഞ അത്ര ഒരു വീഡിയോ അത് അത് എന്താ പറയണ്ട, അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൽ വോയിസ് ഓവർ കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട്. അതിനുശേഷം ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് യൂട്യൂബ് തന്നെ അങ്ങനെ എഡിറ്റ് ചെയ്യുക എന്താ പറയണ്ട ഡിലീറ്റ് ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ വിചാരിച്ച് എനിക്കിനി വയ്യ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണ്ടെന്നങ്ങ് വിചാരിച്ചു പോയി. അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബിലത്തേക്ക് വീഡിയോ വൈകിയത്. അപ്പോൾ ഞാൻ എന്ത് പറയാണ്ട് ബാക്ക് ടു റൊട്ടൈൻ ആയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇനി രാവിലെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം പറയാനായിട്ട് മറന്നുപോയി കേട്ടോ, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തെ. അങ്ങനെ വിളക്കൊക്കെ തേച്ച് ഇനി വിളക്ക് കത്തിക്കണം. പിന്നെ ഇന്നിപ്പോൾ അതിരാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ലടെ, നല്ല ജലദോഷമായിപ്പോയി. ജലദോഷമായതുകൊണ്ട് രാവിലെ എഴുന്നേറ്റുള്ള കുളിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ 5:30 മണി കഴിഞ്ഞ്. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം കുളിക്കാമെന്ന്. അതുകൊണ്ട് വിളക്ക് കത്തിക്കാനും കുറച്ച് ലേറ്റായി. എന്തായാലും ഭഗവാൻ അറിയാമല്ലോ കാര്യങ്ങളെല്ലാം. കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ കല്യാണി തൈമുള്ളി, കറുകപ്പൂ പാടത്തെ കുറുവാലി പൈക്കളെ കസ്തൂരി മാൻ കുരുന്നേ, കാണാൻ ചേലുള്ള കണ്ണിൽ മൈയുള്ള കണ്ണനെ കണ്ടായോ, അരയാൽ ചില്ലയിലൂഞ്ഞാലാടുന്നു മിന്നായം കണ്ടായോ, നീയൊരു മിന്നായം കണ്ടായോ. കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ കല്യാണി തൈമുള്ളേ. അങ്ങനെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഇത് ഞായറാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാം ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു മടി പിടിച്ച ദിവസം, അല്ലെങ്കിൽ ഒരു ലേസി ഡേ. മടി പിടിച്ച ദിവസമൊന്നുമല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാലോ എന്ന് നമുക്കൊരു തോന്നൽ വരും. ആ തോന്നൽ വന്നാൽ പിന്നെ എല്ലാം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുള്ളൂ. അങ്ങനെ രാവിലെ ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ അമ്മ അവിടെ ഇഡ്ഡലിയൊക്കെ അവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശു ഉറക്കെ എഴുന്നേറ്റ് അങ്ങനെ ചടഞ്ഞിരിക്കുന്നുണ്ട്. കേശു സ്കൂളിൽ പോകാത്ത ദിവസം ആയതുകൊണ്ട് ചാടിത്തുള്ളിയൊക്കെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ചെറിയൊരു ചടച്ചിൽ കേശുവിന്. അങ്ങനെ അച്ഛനും മോനും കൂടെ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. കേശുവിന് അച്ഛനിന്ന് ക്ലാസ്സിനൊക്കെ പോകാനുണ്ട്. അപ്പം ഞാൻ ഇതൊരു ശീലമാക്കി കേട്ടോ, എൻ്റെ ഈ മുക്കുറ്റി ചാന്ത് തൊടൽ വേറെ ഒന്നുമല്ല, ജലദോഷമൊക്കെ ഒരു പരിധി വരെ പോകുന്നത് കേട്ടോണ്ടാണ് ഇത്രയും ഞാൻ ചാടിക്കയറി ചെയ്യണത്. എന്നിട്ട് വലിയ മാറ്റമൊന്നുമില്ല. ഇതിപ്പോൾ ജലദോഷം ആയിപ്പോയല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ നല്ല ചൂട് ഇഡ്ഡലിയൊക്കെ അമ്മ ആവിച്ച് വെച്ച്. അപ്പോൾ ഇനി ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് അടുക്കള ഭരണം. അപ്പോൾ എനിക്ക് എൻ്റെ ഈ രാവിലത്തെ ഇങ്ങനത്തെ ഈ മോർണിംഗ് റൊട്ടൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും എങ്ങനെയായിരുന്നാലും 1.5 മണിക്കൂർ എടുക്കും. പിന്നെ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായും കൂടെ എല്ലാം എഴുന്നേറ്റത്. അപ്പോൾ കുറച്ച് അധികം താമസിച്ചപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇനി ചേട്ടന് ചായ ഇട്ട് കൊടുക്കണം. ചായയല്ല, ചേട്ടനാണെന്നുണ്ടെങ്കിൽ ക്ലോ എന്ന് ചേട്ടനാണെങ്കിൽ കോഫിയേ കുടിക്കുകയുള്ളൂ. ബ്ലാക്ക് കോഫി എന്ന് പറയാൻ വന്നതാണ് ക്ലോ എന്നായിപ്പോയത്. അതിൽ വിത്തൗട്ട് ഷുഗറിലേ കുടിക്കുകയുള്ളൂ. എനിക്കാണെങ്കിൽ എൻ്റെ പൊന്നെ ഇതിൻ്റെക്കാളും കഷായം കുടിച്ചാൽ മതിയല്ലോ എന്ന് തോന്നും. അങ്ങനെ ഇനി എന്താ പറയാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരന് അതൊക്കെ ഇട്ട് കൊടുത്ത്. പക്ഷെ അത് നല്ലതാണെന്നാണ് പറയണത്, കരളിനൊക്കെ നല്ലതാണെന്ന് പറയുന്നതുകൊണ്ടാണ് ആളതൊക്കെ കഴിക്കണത്. എന്നെക്കൊണ്ട് പറ്റൂല. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ സംഭവങ്ങളോട് അടുക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റൂല. എനിക്ക് നല്ല മധുരവും കാര്യങ്ങളും വേണം, വായിക്ക് രുചി വേണം. അങ്ങനെയുള്ള കുറേ ദുശീലങ്ങൾ എനിക്കുണ്ട്. അത് എത്ര വിചാരിച്ചിട്ട് എന്നെക്കൊണ്ട് മാറ്റാനായിട്ടൊന്നും പറ്റണില്ല.
പിന്നെ നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ ഇഡ്ഡലി തട്ടുന്ന ഇളക്കി എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇളകി വരുമല്ലോ. അപ്പോൾ കുറച്ച് പൈപ്പ് തുറന്നിട്ട് അതിൽ വെള്ളത്തിൽ കാണിച്ച് അതിനൊന്ന് നനച്ചതിന് ശേഷമല്ലേ നമ്മൾ ഇളക്കാറ്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഇളക്കിയതിന് ശേഷം, ഇഡ്ഡലി ഇളക്കിയതെന്നല്ല, ഇഡ്ഡലി കുട്ടകത്തിനകത്തുനിന്ന് ഇഡ്ഡലി തട്ട് എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അവിടെ അത് അങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ഇഡ്ഡലി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും അത് പെട്ടെന്ന് ആ തട്ടിൽ നിന്ന് വിട്ട് കിട്ടിക്കോളും. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ എങ്ങനെയാണെന്നറിയാമോ, അമ്മ അതിൽ എണ്ണ തേക്കും. എണ്ണ തടവിയതിന് ശേഷമായിരിക്കും മാവ് ഒഴിക്കണത്. അപ്പോഴും പെട്ടെന്ന് അതിലൊന്ന് പെരളാണ്ട് നന്നായിട്ട് ഇളകി കിട്ടിക്കോളും. അങ്ങനെ എന്തായാലും ഇഡ്ഡലി അവിച്ചത് കാസറോളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇഡ്ഡലി അടുത്ത സ്റ്റെപ്പ് ഇഡ്ഡലിക്കുള്ളത് അടുപ്പത്ത് വെച്ചേക്കാണ്. ഈ തട്ടിൽ 3 ഇഡ്ഡലി ആയിപ്പോയത് എന്തെന്നറിയാമോ, ഞങ്ങളിവിടെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ സമയത്ത് ആളെണ്ണയാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ലേ, ഇഡ്ഡലി ഒരെണ്ണം ഇങ്ങനെ ബാലൻസ് വന്നു പോയാൽ പിന്നെ അത് ഇരുന്നിട്ട് വൈകുന്നേരം എടുത്ത് കളയും. രാവിലെ കളയാൻ ഭയങ്കര മടിയാണ്. അയ്യോ ആഹാര സാധനം പാഴാക്കണ്ടെന്ന് വിചാരിക്കും. ആര് കഴിക്കും? അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് കഴിക്കണ്ടേ? അത് എനിക്കും തോന്നൂല, അമ്മയ്ക്ക് മനസ്സ് വരില്ല. എനിക്കാണെങ്കിൽ ഈ കാപ്പി എന്ന് പറയുന്ന സംഭവം രാവിലെ മാത്രമേ കുടിക്കാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് കളയും. അതുകൊണ്ട് എണ്ണയും ഉണ്ടാക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഇനി അഥവാ വല്ല ഗസ്റ്റോ കാര്യങ്ങളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ പോരെ. അപ്പോൾ എങ്ങാനും ആരെങ്കിലും വരുമെന്ന് വെച്ചിട്ട് ചുമ്മാ നമ്മൾ ആഹാര സാധനം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ സാമ്പാറും ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ സാമ്പാർ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും അതിൽ ആ താളിപ്പും കൂടെ വന്നാലേ സാമ്പാർ ആവുള്ളൂ എന്നൊരു തോന്നലാണ്. അടുക്കളയിൽ ജോലി തീർന്നതിനനുസരിച്ച് സിങ്കിലെ പാത്രങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, വേറൊന്നുമല്ല. ഇഡ്ഡലി ഉണ്ടാക്കി, ഇഡ്ഡലി കുട്ടം, ഇഡ്ഡലി തട്ട്, സാമ്പാർ ഉണ്ടാക്കി, കുക്കർ, ഇത്രയും സംഭവങ്ങളാണ്. ഇത്രയും മതിയല്ലോ കുക്കറല്ലല്ലോ സിങ്ക് നിറയാനായിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് തേച്ച് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ച് ഈ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വിചാരിക്കും കേട്ടോ, അപ്പം തന്നെ അങ്ങ് ഓരോന്ന് മാറുമ്പോഴേക്കും അതങ്ങ് കൈയോടനെ കഴുകിയിട്ടാൽ കഴുകിയിട്ടാലെന്നല്ല, പാത്രങ്ങൾ കഴുകി വെച്ചാൽ പിന്നെ ഈ കിടന്ന് ഒരുമിച്ച് അതിനെ കഴുകണ്ടല്ലോ എന്ന് വിചാരം മാത്രമേ ഉള്ളൂ. ചിലപ്പം നമ്മളീ പറയുമല്ലോ, ഉപ്പൂറ്റ് നിലത്ത് തൊടാണ്ടായിരിക്കും ജോലി ചെയ്യണത്. അത്ര സ്പീഡിലായിരിക്കും ചില ദിവസങ്ങളിൽ ചെയ്യണത്. ആ സമയത്ത് നമുക്ക് മനസ്സുണ്ടെങ്കിൽ പോലും അതൊന്നും കഴുകി വയ്ക്കാനായിട്ട് പറ്റൂല. അപ്പോൾ അത് നേരെ സിങ്കിനകത്തോട്ട് പോകും. അങ്ങനെ അവിടെ കിടന്ന് ലാസ്റ്റ് ആകുമ്പോഴേക്കും മല ചുമക്കണത് പോലെ ഒരു കുന്ന് പാത്രങ്ങളാവും. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ, എന്നാലും ഉണ്ട് പാത്രങ്ങൾ. അപ്പോൾ അതെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ച് രാവിലെ കുളിച്ച് കഴിഞ്ഞ ഉടനെ തലയിൽ കിട്ടണ കെട്ടാണ്. അത് ചിലപ്പോൾ 9 മണി വരെ ആ കെട്ടിൻ്റെ തലയിൽ തന്നെ കാണും. എന്തോ എനിക്കതൊരു ഭയങ്കര കംഫർട്ടബിളാണ്. എൻ്റെ ഒരു കംഫർട്ട് സോണാണ് അതെന്ന് വെച്ചാൽ. എനിക്ക് എന്തോ എന്നെ തന്നെ ഒരു നീ കുളിച്ചിട്ട് നിൽക്കുകയാണ്, നീ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് സ്വയമേ തന്നെ തോന്നാനായിട്ട് എനിക്ക് ആ ഒരു എനിക്ക് എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ കെട്ടി വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ അമ്മയായിരുന്നാലും വഴക്കോറെ നീ അങ്ങനെ കെട്ടി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിനക്ക് ഒരിക്കലും ജലദോഷം പോകാത്തതെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലക്ഷ്മി. അവളും പറയും നീ അത് കെട്ടി വെച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് നിൻ്റെ ജലദോഷം കുറയാത്തതെന്ന്. പക്ഷേ എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ കെട്ടി വയ്ക്കാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി കെട്ടിയിട്ട് ഇനിയിപ്പോൾ എവിടെ പോകാൻ പോകണമെന്നറിയാമോ? ചന്തയിൽ പോകണം. അപ്പോൾ കേശു അപ്പുറത്ത് നിൽക്കുകയാണ് സുനിത ചേച്ചിയുടെ വീട്ടിൽ. ചേട്ടൻ രാവിലെ ക്ലാസ്സിന് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നതും കേശു ഓടി അപ്പുറത്ത്. കോഴി ഇങ്ങനെ കൂട് തുറക്കാൻ വേണ്ടി കാത്തിരിക്കില്ല, അതുപോലെയാണ് നമ്മൾ ഗേറ്റ് തുറക്കണമെന്ന് കേശു ചാടി അപ്പുറത്തോടും. അങ്ങനെ ഞാൻ വിചാരിച്ചു അവിടെ നിന്നോട്ടുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ കൂടെ വരാനായിട്ട് കരയും. ചന്തയിൽ മോനെ കൊണ്ട് പോകാനായിട്ട് ഒട്ടും പറ്റില്ല. കുളത്തൂർ ചന്തയിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമ്മളെ പിള്ളേട് ചന്തയിൽ ഒരു രക്ഷയും ഇല്ല. നടു റോഡിലാണ് ചന്ത കൂട്ടുന്നത്. നമുക്ക് ചന്ത കൂടാനായിട്ട് വേറെ ഓപ്ഷനില്ല, വേറെ സ്ഥലമില്ല. ഈ ചന്ത പോയാൽ പിന്നെ അത് എവിടെ കൂടാൻ പറ്റുമെന്നും അറിയില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ്, ഒരു 10-20 മിനിറ്റ് ആ ചന്ത അവിടെ കാണുള്ളൂ. അത് നടു റോഡിലാണ്. അപ്പോൾ പിന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ആവും. അങ്ങനെ മോനെ കൊണ്ടുപോകണതൊക്കെ അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറേ നാളായി കേട്ടോ ഞങ്ങളെ ചന്തയിൽ പോയിട്ട്. ഇപ്പോൾ കൂടുതൽ കുളത്തൂരല്ലേ പോകണത് വാങ്ങാനായിട്ട്. അവിടെ കടയിൽ പോയിട്ട് കടയുടെ അടുത്തായതുകൊണ്ട് നേരെ അവിടുത്തെ ചന്തയിൽ പോകും. അങ്ങനെ ചന്ത എത്തി. வாழாயிரம் கொஞ்சம் வாழா கொஞ்சம் இருக்கட்டும் 100 ரூபா இல்லை வாழலாம்
കൊഞ്ചെല്ലാം 100 രൂപ, കൊഞ്ചെല്ലാം 100 രൂപ, കൊഞ്ച് 100 രൂപ, കൊഞ്ച് 100 രൂപ, കൊഞ്ച് 100 രൂപ. 2 വാള 250, കൊഞ്ച് 100. 150. ചെമ്പല്ലി 1000 രൂപ. വലുതൊക്കെ എടുത്തത് അവിടെ പുറത്ത് ചാള 100 രൂപ. ഇത് 2 250, 200 കൊടുക്കും. 2 കാണും. മത്തി 200 രൂപ സഹോദരി. അവിടെ മത്തി ഇട്ടാൽ കൊഞ്ചേരാ കൊഞ്ചേരാ. അവിടെ എന്തിനാ വാളാവണോ? വാളവിടളിയാ 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 വാളവിട് 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 വാളവിട്. 2 200 രൂപ. ഒത്തിരി കൂടെ വലുത് തരും. 200 രൂപയ്ക്കുണ്ട്. വലിയ പച്ച മീൻ, പച്ച മീനാണ്. എനിക്ക് എത്ര എണ്ണം വേണോ? ഓ വാങ്ങിച്ചു. അങ്ങനെ ചന്തയിൽ നിന്ന് മീനൊക്കെ വാങ്ങിച്ച് വാളയാണേ വാങ്ങിച്ചത്. 2 വാള 200 രൂപയായിരുന്നു. മീൻ ഒരുപാടുണ്ട്, പക്ഷേ ഇന്ന് ഭയങ്കര വിലയും. പിന്നെ 100 രൂപയ്ക്ക് ചുവപ്പ് കൊഞ്ചും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതാ ഇവിടെ നിറച്ച് ഈ നമ്മുടെ ശംഖുപുഷ്പം ഉണ്ടല്ലോ, അത് നിൽപ്പുണ്ട്. അത് ഞങ്ങൾ എവിടെ കണ്ടാലും എടുക്കും. ബ്ലൂ ടീ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതല്ലേ. അപ്പോൾ നന്ദു വന്നായിരുന്നു. അങ്ങനെ അവൾ വന്നിട്ട് പോകാനായിട്ട് ഇറങ്ങി. അവളെന്തോ സാധനം എടുക്കാൻ വന്നതാണ്, എടുത്തിട്ട് അവൾ പോകാനായിട്ട് ഇറങ്ങി. ഞാൻ ചന്തയിൽ നിന്നപ്പോഴത്തേക്ക് ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നന്ദു അതുവഴി എന്നെ നോക്കിക്കൊണ്ട് പോകണതുണ്ട്. അവൾ പറഞ്ഞു, മാമി ഞാൻ ചന്തയിൽ വെച്ച് കണ്ടായിരുന്നു, പക്ഷെ അവിടെ അവൾക്ക് വണ്ടി നിർത്താനായിട്ട് പറ്റൂല, നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഞാനും കണ്ടു, അവൾ പോയതിന് ശേഷമാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നന്ദു എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകണുണ്ട് അവൾ, അത് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ വന്നപ്പോഴേക്കും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്ദു പോയി. ഇനി ഇതാ മീൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഈ 2 മീനും കൂടെ ഇന്ന് വെക്കണില്ല, ഇന്ന് വാളമീൻ വെച്ചിട്ട് നാളത്തേക്ക് കൊഞ്ച് വയ്ക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ചുവപ്പ് കൊഞ്ചായപ്പോഴേക്ക് നല്ലത് തന്നെ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നേ വരെ ചുവപ്പ് കൊഞ്ച് വാങ്ങിച്ചിട്ടില്ല, പക്ഷേ കണ്ടപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. സാധാ കൊഞ്ചിൻ്റെക്കാളും നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുമല്ല കുറച്ച് വലിയ കൊഞ്ചുമായിരുന്നു. കുറച്ച് 100 രൂപയ്ക്ക് കുറച്ച് അധികം കൊഞ്ചുണ്ട്, അങ്ങനെയാണ് വാങ്ങിയത്. പിന്നെ വാള കണ്ടാലും ഇടുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് വാളമീൻ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇതില്ലാതെ ഒരു കാര്യവുമില്ല. പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഈ കറുത്ത വാവൊക്കെ ഇല്ലേ, കറുത്ത വാവ് അടുപ്പിച്ചാണ് ഈ വാളമീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ അമ്മ പറയും പണ്ടൊക്കെ വലിയ തടിയും മീനൊക്കെ 50 രൂപ 20 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നെന്ന്. ഇപ്പോൾ പിന്നെ അറിഞ്ഞൂടെ, ഇപ്പോൾ സീസൺ അല്ലെങ്കിൽ വാളമീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ ചേട്ടൻ വന്നപ്പോഴേക്ക് വെജിറ്റബിൾ കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ കിറ്റിനകത്ത് ഇഷ്ടം പോലെ ക്യാരറ്റ് കാണും, പക്ഷെ പെട്ടെന്ന് തീർത്തില്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൊടിയോ പ്രശ്നങ്ങളുള്ള ക്യാരറ്റാണത്. അപ്പം നമ്മളത് പെട്ടെന്ന് തോരൻ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അത് തീർത്തില്ലെന്നുണ്ടെങ്കിൽ 2-3 ദിവസം ആകുമ്പോഴേക്കും ഫുൾ അഴുകി അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് തോരൻ വെക്കാനായിട്ട് എടുത്ത് വെച്ച് അമ്മ ദാ ഇവിടെ ഇരുന്നാണ് മീൻ ഇറക്കണത്. അങ്ങനെ അമ്മയുള്ളതുകൊണ്ട് മീൻ ഇറക്കുന്ന കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല. അമ്മ അവിടെ എത്ര സമയമായിരുന്നാലും അതിന് എന്തുമാത്രം മീനുണ്ടെങ്കിലും അവരവിടെ ഇരുന്ന് അതങ്ങ് കട്ട് ചെയ്തെടുത്തോളും.
അങ്ങനെ അമ്മ അവിടെ മീൻ കട്ട് ചെയ്യാനായിട്ട് അവിടെ ഇരുന്ന്. അപ്പോൾ ഇനി ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് കൊടുക്കണം. വെള്ളം, പിച്ചാത്തി, അത് കട്ട് ചെയ്യാനുള്ള പാത്രങ്ങളെല്ലാം ഒക്കെ അങ്ങ് എടുത്ത് അമ്മയ്ക്ക് കൊടുക്കണം. അപ്പോഴേക്കും അമ്മ അവിടെ ഇരുന്ന് അത് ഫുള്ള് കട്ട് ചെയ്ത് വരും. കൊഞ്ചിന് എന്ത് പറയാനായിട്ട് ഒരു കൊഞ്ച് സുന്ദരി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഭംഗിയായിരുന്നു കൊഞ്ചിനെ കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കൊഞ്ച് തോരനല്ലേ വെക്കണത്. അപ്പോൾ വിചാരിച്ച് നാളെ കൊഞ്ച് തീയൽ വെക്കാമെന്ന്. ഇവിടെ മിക്കവാറും അമ്മ കൊഞ്ച് തീയലേ വെക്കുള്ളായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും തോരനിലോട്ടൊക്കെ അങ്ങ് മാറിയത്. വാളമീൻ കിട്ടിയാൽ ഇപ്പോൾ ഭയങ്കര എനിക്കൊരു ഉത്സവം പോലെയാണ്. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ നിങ്ങൾ ഇത് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവർക്ക് ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയേ ഉള്ളൂ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ എൻ്റെ ഡെയിലിയുള്ള കാര്യങ്ങളല്ലേ. ഞങ്ങൾക്ക് ഡെയിലി വേറെ വേറെ മീൻ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വാങ്ങുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അടുത്തുള്ള ചന്ത ഞങ്ങളുടെ വീടത്തേക്ക് കാണിക്കാനായിട്ടുള്ളൂ. അങ്ങനെ ഇന്ന് എന്താ പറയാനായിട്ട് ആ മീൻ പൊരിക്കണം. പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ കീറിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് മസാലയൊന്നും ഇല്ലാണ്ട് വേവിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്യാനായിട്ടിരുന്നപ്പോൾ കേശുവോട് ഫോൺ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേശുവിനെ ഫോണിൽ നിന്ന് മാറ്റണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങ് വിളിച്ചിട്ട് മോൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ക്യാരറ്റ് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അതിനിങ്ങനെ പീലർ വെച്ച് ഇങ്ങനെ അതൊന്ന് ചീകി ഇട്ട് മോനെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അതങ്ങ് ചെയ്തോളും. അങ്ങനെ എണീച്ച് വന്ന ആൾ. അങ്ങനെ ഞാൻ പറഞ്ഞു കേശു അവിടെ ഇരുന്നോ, അവിടെ പെരിച്ചാഴി ബാക്കിലുണ്ട്, അമ്മച്ചീനെ പെരിച്ചാഴി കൊണ്ടുപോകും, നീ അവിടെ ഇരുന്ന് അവരെ നോക്കിക്കോ, അവരെ രക്ഷിക്കണം, നീയാണ് രക്ഷിക്കാനുള്ള സൂപ്പർമാൻ എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ഹനുമാൻ സ്വാമി എടുത്ത് എന്താ പറയുക, ഹനുമാൻ സ്വാമിയുടെ ശക്തിയെപ്പറ്റി അറിയില്ല എന്ന് പറയുമല്ലോ. ഓരോരുത്തരിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഞാൻ ഇത്രയും വലിയ ശക്തിമാനായിരുന്നോ എന്നുള്ള രീതിയിൽ ആളിങ്ങനെ ഒന്ന് പൊങ്ങി വരുമെന്ന് പറയും പോലെയാണ് കേശു. നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ടുകൊടുത്താൽ പിന്നെ കേശുവിനെ പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ വന്നപ്പോഴേക്ക് കഷത്ത് ഉറുമ്പ് കടിച്ചെന്നും പറഞ്ഞ് അമ്മ എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ എന്നും പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇതിൻ്റെ മുകളിലിരുത്തിയിട്ട് അവിടെ വെച്ച് ക്യാരറ്റൊക്കെ കൊടുത്ത്. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന ആളങ്ങ് കുറേ നേരം അതിനെ ഇങ്ങനെ ചീകി അങ്ങ് ഇരുന്നോളും. ഞാൻ ക്യാരറ്റ് എന്തെന്നറിയാമോ, ക്യാരറ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സി ഇരിക്കുകയില്ലേ, പിന്നെ കൈ കൊണ്ട് കൊത്തിയെറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും കേട്ടോ. നമ്മൾ കുറേ സമയം വെച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ അതങ്ങ് മാവ് പോലെ ആവും. അപ്പം നമ്മൾ അതിൻ്റെ പരുവത്തിന് എടുക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ബ്ലേഡൊക്കെ മാറ്റിയിട്ടിട്ട് ഞാനിപ്പോൾ ക്യാരറ്റും സവോളയും പച്ചമുളകും കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അവിടെ അരി അടുപ്പിടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നലെ വെച്ച് ചോറ് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മ അത് ചൂടാക്കി എടുത്തായിരുന്നു. അപ്പോൾ ഉച്ചത്തേക്ക് കഴിക്കാനായിട്ട് ചോറുണ്ട്. എങ്ങാനും ഈ പറയുമ്പോൾ ആരെങ്കിലും ഇത് സ്പെഷ്യലായിട്ട് വന്നാലോ അല്ലെങ്കിൽ രാത്രി നമുക്ക് ചോറ് കഴിക്കണമെന്ന് തോന്നിയാലോ പിന്നെ കഴിക്കാൻ ചോറില്ല. അങ്ങനെയാണ് ഒരു നാഴി അരിയും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അത് പിന്നെ വേറൊരു കാര്യമുള്ളതേ അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. ചോറ് കുറവെന്ന് തോന്നിയാൽ അന്നാരെങ്കിലും ഇത് വരികയും ചെയ്യും, വരണ ഒരു ചോറ് ഉറപ്പായിട്ട് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് അമ്മ പറഞ്ഞ് കുറച്ച് ചോറും കൂടി ഇടാമെന്ന്. അതുമല്ല നമുക്ക് ഈ ചോറില്ലാതിരിക്കുമ്പോഴേ വീട്ടിൽ ഈ ആഹാരം മുട്ടിയിരിക്കുന്ന ഒരു ഫീല് തോന്നും. വേറെ എന്തുണ്ടെങ്കിലും കാര്യമില്ല, ചോറ് തന്നെ വേണം. ചോറുണ്ടെങ്കിലേ അടുക്കളയിലൊരു നിറവുള്ളൂ. അങ്ങനെ കേശൂര് ഞാനൊരു മുട്ട അവിച്ച് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഒരു മുട്ട അവിക്കാൻ വെച്ചതാണ്. രാവിലെ ഒരു ഇഡ്ഡലി കൊടുത്തപ്പോൾ ഇഡ്ഡലി കഴിച്ചായിരുന്നു. അങ്ങനെ ഒരു മുട്ടയും കൂടെ അവിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട അവിച്ചെടുത്ത് മോനെ മുട്ട കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു. വീട്ടിൽ നിൽക്കുന്ന ദിവസം ഭയങ്കര മടിയാണ് ആഹാരം കഴിക്കാനായിട്ട്. അയ്യോ അവനിങ്ങനെ കളിച്ച് കുരുത്തക്കേട് കാണിച്ച് നടക്കും. അങ്ങനെ അമ്മ കൊഞ്ചെല്ലാം നുള്ളി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വാളമീനിലോട്ട് കൈവച്ച് ഇവിടെ വെള്ളം ചൂടായി വന്നപ്പോഴേക്ക് ഞാൻ അരി അടുപ്പത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ജോലികളൊക്കെ തീരുമ്പോഴേക്ക് പതുക്കെ വെന്താലും മതി, നമുക്കിപ്പോൾ അത്യാവശ്യമില്ല ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുണ്ടല്ലോ. അപ്പോൾ ആശൻ അവിടെ കിടന്ന് പതുക്കെ അങ്ങ് വെന്ത് വരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കാറില്ലേ നിങ്ങളെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് ഗ്യാസ് പെട്ടെന്ന് തീരുമല്ലോ എന്ന്. നമുക്ക് എങ്ങനെയായിരുന്നാലും ഒരു 35-38 ദിവസം ഗ്യാസ് ഇരിക്കും. അപ്പോൾ ഇവിടെ കുക്കറെല്ലാം ഉണ്ട്. പക്ഷേ റൈസ് കുക്കർ ഉണ്ടെങ്കിലും ഞാൻ എവിടെയൊക്കെയോ കേട്ട കാര്യമാണ്, നമ്മൾ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി റൈസ് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന്. കാരണം ഇത് സംഭവം അതിനകത്ത് തന്നെ ഇരുന്നിരുന്ന പ്രഷർ കൊണ്ട് വെന്ത് വരെയല്ലേ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, കുറച്ച് കാര്യങ്ങളല്ലേ, കുറച്ച് പൈസ അധികം ചിലവായാലും പ്രശ്നമില്ല. നമുക്ക് അസുഖങ്ങൾ വരാതെ മാക്സിമം നോക്കണമല്ലോ.
ഇവിടെ ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് വെച്ചിട്ട് കാര്യമില്ല, അക്കൗണ്ടിൽ FD ഇട്ടിട്ട് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. പ്രോപ്പറായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. അതുപോലെ തന്നെ അസുഖങ്ങൾ വരാണ്ട് മാക്സിമം നമ്മളാൽ കഴിയണം ചെയ്യണേ. അങ്ങനെയുള്ളവരാണ് കോടീശ്വരൻ എന്ന് പറയും. ശരിയല്ലേ, നമുക്ക് ചെറിയൊരു അസുഖം വന്നാൽ ഇപ്പോൾ എത്ര രൂപയും കൊണ്ടാണ് പോണതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പുള്ളിക്കാരൻ എന്തെന്നറിയാമോ, ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എടുക്കും. നമുക്ക് എന്തൊക്കെ ഇൻഷുർ ചെയ്യാൻ പറ്റും അതെല്ലാം പുള്ളിക്കാരൻ ഇൻഷുറൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ക്യാൻസർ കെയറിൻ്റെ എടുത്തായിരുന്നു ഇൻഷുറൻസ്. എനിക്കാണെങ്കിൽ അത് എടുക്കാനായിട്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഈശ്വരൻ, ആദ്യം ചേട്ടനെടുത്ത്, രണ്ടാമത് എനിക്കെടുത്ത്, ഇപ്പോൾ മോനും എടുത്ത്. അമ്മയ്ക്ക് കിട്ടൂല, 60 വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടാറില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു വർഷം നല്ലൊരു എമൗണ്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസിനോട്ടായിട്ട് പോകണുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ കെയർ എടുത്തപ്പോഴേക്കും ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചുമ്മാ എന്തിനാ അത് വരുമെന്ന് വെച്ചിട്ട് ഇൻഷുർ ചെയ്യണത്. അപ്പോഴെനിക്കെന്തോ ആദ്യം ഭയങ്കര ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു മടിയായിരുന്നു. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴേക്ക് നമ്മളെല്ലാം പ്രാക്ടിക്കലായിട്ടും കൂടെ ചെയ്യണമല്ലോ. നമ്മൾ ചുമ്മാ നമ്മളിങ്ങനെ എല്ലാം എന്തോന്ന് ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കുമ്പോഴേക്കും അതൊക്കെ ഏറ്റവും അത്യാവശ്യമാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നു പോയാലേ കുടുംബം മുടിഞ്ഞു പോവാതെയെങ്കിലും നോക്കണമല്ലോ. അങ്ങനെ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടെയും പറയുകയാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ പ്രോപ്പറായിട്ട് എടുത്ത് വയ്ക്കുക. നമ്മൾ ഒരുപാട് രൂപ സമ്പാദിച്ചിട്ടൊന്നും കാര്യമില്ല. ചേട്ടൻ്റെ ആ തോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ അവിയൽ വെക്കാൻ പോവുകയാണ്. ക്യാരറ്റ് തോരനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിയൽ വെക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്യാരറ്റും അമരക്കയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ അങ്ങനെയല്ല വെക്കുന്നത്, ക്യാരറ്റും അമരക്കയും കൂടെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കും. ഒരു ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ബാക്കി വെജിറ്റബിൾസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്ത് നല്ല നീളത്തിന് ഒരേപോലെ കട്ട് ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ് കട്ട് ചെയ്യുമ്പോൾ. പിന്നെ വെന്ത് വരുമ്പോഴേക്കും അത് പലതും പല രീതിയിലൊക്കെ ആയിക്കോളും, അത് വേറെ കാര്യം. ഇനി അവിയലൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ എന്താ അതെല്ലാം പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് അങ്ങ് വെന്ത് വന്നോളും. അതിന് ശേഷം അതിലേക്ക് തേങ്ങ തിരുവിയതിൽ കുറച്ച് കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളിയും. അയ്യോ, ഇനി ആ വെളുത്തുള്ളി എന്ന് പറയുമ്പോഴേക്കും വെളുത്തുള്ളിയോ ഇത് ഏതാ നാട് എന്നൊന്നും ചോദിക്കണ്ട, ഞങ്ങളുടെ നാട്ടിൽ വെളുത്തുള്ളി ഇടും. പിന്നെ ഞാനിപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇടുന്നുണ്ട്. അത്രയും സംഭവങ്ങളിട്ട് ഒന്ന് അരച്ചിട്ട് കൊടുത്താൽ അടിപൊളിയായ അവിയൽ ഇതാ ഇവിടെ റെഡിയായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതാ അവിടെ മീൻ പൊരിക്കാനായിട്ട് വാളമീൻ കുറച്ച് പൊരിക്കാനായിട്ട് മാറ്റി. അപ്പോൾ അത് അമ്മ അവിടെ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിയൽ റെഡിയായതിന് ശേഷം ഇനി വാളമീൻ പൊരിക്കണം, വാളമീൻ അവിക്കണം എന്ന് പറയുമ്പോഴേക്കും മീൻ അവിക്കണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നും. അതുകൊണ്ട് ഇപ്പോൾ ആ വേടങ്ങ് മാറ്റി മീൻ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വാളമീൻ കറിയും വെക്കണം. അങ്ങനെ അവിയലും തോരനൊക്കെ റെഡിയായി. ഇനി എന്ത് പറയാനായിട്ട് മീൻ കറി വെക്കണം, വാള കറി വെക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ തിരികെ എടുക്കുകയാണ്. ഇനി അത് കറി വെച്ച് എടുക്കണമല്ലോ. അപ്പം നമ്മൾ മീനില്ലേ, ആ മീൻ കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് പച്ചമുളകും ഇട്ട് അതിനെ അങ്ങ് വേവാൻ വെച്ചിരിക്കുകയാണ്. അതിനി വെന്ത് ആ എരിവും ആ മഞ്ഞൾപ്പൊടിയൊക്കെ അതിലോട്ട് പിടിച്ച് നല്ല ടേസ്റ്റാണ്. അങ്ങനെ കഴിക്കുമ്പോഴേക്കും ഏത് മീനും, വാളമീൻ എന്നല്ല എല്ലാ മീനും ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. ചൂര കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചെറിയ മീനുകളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോഴാണ് മുളക് പൊടി തീർന്നത്, വറുത്ത മുളക് പൊടി തീർന്നത് മനസ്സിലായത്. ഞങ്ങളിവിടെ എല്ലാ മീനിലും മുളക് പൊടി വറുത്തേ ചേർക്കാറുള്ളൂ. ഈ വറ്റിച്ച് വയ്ക്കുന്ന സംഭവങ്ങളിൽ എന്ന് വെച്ചാൽ നെത്തോലിയൊക്കെ മാത്രമാണ് പച്ചമുളക് പൊടി ചേർക്കണത്. അപ്പോൾ ഇവിടെ ചേട്ടനുള്ള സമയമാണെങ്കിൽ മുളക് വറുക്കണമെന്ന് പറഞ്ഞാൽ ആളെ കൊല്ലണേന് സമയമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേട്ടനൊന്നും അലർജിയുടെ കുഴപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ഈ മുളക് വറുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വല്ലാത്തൊരു സ്മെല്ലാണല്ലോ, മൂക്കിൽ തുളച്ച് കയറുമല്ല എരിവും കാര്യങ്ങളുമായിട്ട്. ആൾക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്നെ കൊല്ലാനാണെന്ന് ചോദിക്കും മുളക് പൊടി വറുക്കണത്. ഞാൻ ഇല്ലാത്ത സമയത്ത് വറുത്തൂടെ എന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ അത് മറന്നു. ഇതിപ്പോൾ കറി വയ്ക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും മുളക് പൊടി വറുത്തതില്ലല്ലോ എന്ന് ആലോചിക്കണത്. നമ്മൾ അവിയൽ ഇവിടെ നല്ല വെന്ത് വന്നേ. അപ്പം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതങ്ങ് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവിയൽ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അടിപൊളി അവിയലാണ്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കുറ്റം പറയണവർ പറഞ്ഞാൽ മതി. പിന്നെ ഇതാ മറ്റേ സംഭവം അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മീൻ പൊരിച്ചും കൂടെ എടുക്കണമല്ലോ. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മീനിട്ട് കൊടുക്കുക.
വേറൊരു കാര്യമുള്ളത് വാളമീൻ പൊരിക്കുമ്പോൾ ഇതുപോലെ ഈ നോൺ സ്റ്റിക്ക് പാനിലായിട്ട് ഇട്ട് പൊരിക്കുന്നതാണ് നല്ലത്. വാളമീൻ അടിയിൽ പിടിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊരിക്കുമ്പോഴേക്ക്. പിന്നെ അത് കാണാനായിട്ട് ഒരു ഭംഗി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ഞാൻ കല്യാണിയുടെ ചാനലിൽ കണ്ടതാണ്, മീൻ പൊരിക്കാൻ സമയത്ത് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ആ മീൻ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്താൽ അടിയിൽ പിടിക്കില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അതുപോലെയാണ് ചെയ്തത്. അതുപോലെ അങ്ങൊന്നങ്ങ് ഇളക്കി ഇട്ട് കൊടുത്ത് അടിയിൽ പിടിക്കാതെ കിട്ടിയാൽ അത്രയും നല്ലത്. ഇനി മീനും കൂടെ പൊരിച്ചെടുക്കും. ഈ വാളമീൻ പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അധികം മുള്ളൊന്നും ഇല്ലാത്ത മീനല്ലേ, അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ പൊരിക്കാനായിട്ട് നല്ലതാണ്. അങ്ങനെ ആകെ 2 വാളമീൻ 200 രൂപയ്ക്ക് വാങ്ങിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്ന് കണ്ടില്ല. അപ്പോൾ വാളമീൻ കിട്ടിയാൽ ഇതുപോലെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്മ പറയായിരുന്നു, ഇനി ഒരു വാളമീൻ കിട്ടുമ്പോൾ നമുക്ക് കറി വയ്ക്കാണ്ട് അവിച്ചെടുക്കാമെന്ന്. എന്ന് വെച്ചാൽ നേരത്തെ ചെയ്തില്ലേ, പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഇതാ ഇനി വാളക്കറി വെക്കാനായിട്ട് ഇവിടെ അമ്മ വാളക്കറി വെക്കുമ്പോൾ എങ്ങനെയാണ് കറി വെക്കണമെന്ന് വെച്ചാൽ അതിൽ പച്ചമുളകോ കറിവേപ്പിലയോ വേറെ ഒന്നും ഇടൂല. വാളമീനിൽ നമ്മൾ സാധാരണ പോലെ മീനിനെ അരച്ചിട്ട് അങ്ങ് അരപ്പൊഴിച്ച് കലക്കി ഉപ്പ് ഇട്ട് അങ്ങ് വേവിച്ചെടുക്കുകയുള്ളൂ. എൻ്റെ അമ്മ വെക്കണത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, വാളമീൻ എങ്ങനെയാണ് വെക്കണതെന്ന്. അമ്മ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇടുമെന്ന് തോന്നണം. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഒരാൾ ചെയ്യുമ്പോൾ അത് ചെയ്യണത് മാത്രമാണ് ശരിയെന്ന് വെച്ചിട്ട് വേറുള്ളവർ എന്തെങ്കിലും കറികൾ വെക്കണ കാണുമ്പോഴേക്കും ഇങ്ങനെ കുറ്റം പറയണ കേൾക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അവർ വെക്കുന്ന രീതി നല്ലതായത് കൊണ്ടും അത് നല്ലതാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടുമാണല്ലോ അവരങ്ങനെ വെക്കുന്നത്. എല്ലാവരും നമ്മൾ കറികൾ വെക്കുമ്പോഴേക്കും അറിയാമായിരുന്നില്ല എന്ത് ആഹാര സാധനം പാചകം ചെയ്യുമ്പോഴേക്കും അതിലേറ്റവും ബെസ്റ്റ് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്യാനായിട്ട് നോക്കുകയുള്ളൂ. ഒന്നിലും കോംപ്രമൈസ് ഇല്ലാത്തത് ഈ ആഹാരം വെക്കണതിലല്ലേ. അപ്പോൾ എൻ്റെ ഏകദേശം ജോലികളൊക്കെ തീരാറായി. മീനൊക്കെ കട്ട് ചെയ്ത് തന്നിട്ട് അമ്മ അങ്ങ് റെസ്റ്റ് എടുക്കാനായിട്ട് പോയി കേട്ടോ. അമ്മയ്ക്കിപ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാ ചോറ് ഏകദേശം വെന്ത് വന്നപ്പോഴേക്കും ഞാൻ വെറുതെ ഇറക്കി അങ്ങ് അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടച്ച് ഉപ്പ് ഇട്ടങ്ങ് വെച്ചിരുന്നാൽ അവിടെ ഇരുന്ന് അതങ്ങ് വെന്തോളും. നമ്മൾ ആ ലാസ്റ്റ് വരെ അതിനെ ഇട്ട് വേവിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും അരി വെന്ത് വന്ന് ഏകദേശം വേവുമ്പോഴേക്കും എന്തെന്നറിയാമോ, നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയല്ലേ, അതിനെടുത്ത് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടെ അങ്ങ് തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷം അരി വടിക്കുകയാണ്. എനിക്ക് ഏറ്റവും പാടുള്ള ഒരു കാര്യമായിരുന്നു ഈ അരി വടിച്ചിടണത് കേട്ടോ. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം അതിന് പ്രാക്ടീസൊക്കെ വന്ന്. എന്നാൽ ചില സമയങ്ങളിൽ പ്രശ്നം വരും. കേശു ഒന്ന് കാണിക്കണേണ്ടല്ലേ, 2 അടിയും തന്നിട്ട് ഒരു മുത്തം കൊണ്ട് തന്നിട്ടാണ് കേശു പോയത്. അങ്ങനെ ഞാൻ അരി വടിക്കണത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അരി വടിച്ചെങ്കിൽ സിങ്കിനകത്തോട്ട് ഒഴുക്കി എന്നിട്ട് പൈപ്പും കൂടെ അങ്ങ് തുറന്ന് വിട്ടിരിക്കും കേട്ടോ. ആ വെള്ളം ഏകദേശം അങ്ങ് ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് വടിച്ചിടണത്. ഇല്ലെങ്കിൽ എനിക്ക് കയ്യിൽ കൂടെ മിക്കവാറും എനിക്ക് പണി കിട്ടും, കയ്യിൽ കൂടെ തിളച്ച വെള്ളം വീഴും. ഇപ്പോഴും എക്സ്പേർട്ടായി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് മൺകലം കൂടെ ആകുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അരി വടിച്ചിടാനായിട്ട്. മുന്നേ എന്ത് ചെയ്യുന്നറിയാമോ, അമ്മ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഏൽപ്പിച്ചിട്ടല്ലേ പോകണത്, അരി നോക്കിക്കോണേ, അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേന്ന്. അപ്പോൾ അരി വടിക്കാനായിട്ട് പാടാണ്, ബാക്കിയൊക്കെ നോക്കിക്കോളും. പിന്നെ അപ്പുറത്തെ വീട്ടിൽ സുന്ദരേച്ചിനൊക്കെ വിളിച്ചിട്ടായിരിക്കും അരി വടിച്ചിടണത്. അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ റെഡിയായി. മീൻകറിയായി, അത് വാള മീൻകറിയാണ്, അതിൽ കടുകൊക്കെ താളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ മീൻ അവസാനമാകുമ്പോൾ ഇതുപോലെ കിട്ടും. ഭയങ്കര രുചിയാണ് കഴിക്കാനായിട്ട്. വേണമെങ്കിൽ കുറച്ച് പച്ച എണ്ണയും കൂടെയൊക്കെ ഒഴിച്ചെടുക്കാം. അപ്പോൾ അതും അങ്ങ് റെഡിയായി. അപ്പോൾ ഇനി അടുത്ത വാളമീൻ പൊരിച്ചതാണ്. പൂച്ചയെ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ ഒളിച്ച് വെക്കണത്. പൂച്ച ജനൽ ചാടി വെച്ചാൽ പൂച്ച എന്ത് ജനൽ ചാടി വരും. ചാടി വന്നിട്ട് നമ്മളിങ്ങനെ കൊതിയോടെ വെച്ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒരു ബഹളം കേൾക്കും അടുക്കളയിൽ. ചെന്ന് നോക്കുമ്പോഴേക്കും തട്ടിയിട്ടാലും അല്ലെങ്കിൽ ആ അടപ്പ് തുറന്നാലും പിന്നെ നമുക്ക് ഒരുമാതിരിയാണല്ലോ എടുക്കാനായിട്ട്. പിന്നെ തോരനും അവിയലും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഭവം. അവനാരും എന്ന് കമൻറ്റ് ചെയ്തായിരുന്നു, ചേച്ചി എന്താ നമ്മൾ മിക്സി മാറ്റിയത് ആ പഴയ സ്ഥാനം മതിയായിരുന്നു, ഇപ്പം മാറ്റിയുണ്ടപ്പോൾ എന്തോ പോലെയെന്ന്. സത്യം പറഞ്ഞാലേടെ ഇപ്പോഴാണ് നമുക്ക് കൈവാക്കുള്ളത്. ഇതാകുമ്പോൾ എല്ലാ സ്വിച്ച് അവിടെ ഒന്ന് ഊരി എത്തും കൊടുക്കേണ്ട, എല്ലാം നമുക്ക് എല്ലാ പ്ലഗുകളും അതിലൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം നല്ല സൗകര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും, പക്ഷെ നമുക്ക് സൗകര്യം ഇപ്പോൾ ഇതാണ്. രണ്ട് മഞ്ഞക്കിളികള് കേറിക്കോ കേശു.
പുന്നാരത്തേനെ നിന്നേതിഷ്ടം പോലും എന്നെ കൊണ്ടാവും പോലെല്ലാം ഞാൻ ചെയ്യാം. കണ്ണൊക്കെ നിറയണേ സർപ്രൈസ്. അച്ഛനങ്ങനെ കിട്ടിയത് കള്ളത്തരോ? അയ്യോ, ഇത് വലിയ സാനിറ്റൈസർ വടിയല്ലേ? ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കേശു 2 ദിവസം കൊണ്ട് പറയണോണ്ട് അവന് സാന്റാക്ലോസിൻ്റെ ഡ്രസ്സ് വേണമെന്ന്. അങ്ങനെ ഇന്നിപ്പോൾ വൈകിട്ട് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചേട്ടൻ പോയിട്ട് വന്നപ്പോഴേക്ക് കേശു ഉറങ്ങി. അപ്പോൾ പുള്ളിക്കാരൻ പോയിട്ട് അവിടെ രാമചന്ദ്രനിൽ കയറി ഇത് വാങ്ങിക്കൊണ്ടാണ് വന്നത്. അങ്ങനെ വന്നപ്പോഴേ കേശു ചോദിക്കുന്നുണ്ട്, അച്ഛാ വാങ്ങിക്കേണ്ടേന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഇന്നിപ്പോൾ സമയമില്ല മോനെ, ഇന്നിനി പറ്റൂല, ഇനി വേറൊരു ദിവസം വാങ്ങാമെന്ന്. അങ്ങനെ ഒരു ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പിന്നെ നമുക്ക് പോവാം, കാറിൽ കയറി ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ കാറിൽ കയറാൻ പോയതാണ്. ചേട്ടൻ വാങ്ങിച്ച് കാറിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു കേശു കാണാതെ. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് കേശു കാണിക്കുന്നത്. വലുതാ? ഇതിപ്പോൾ സംഭവം എന്തായിരുന്നെന്ന് വെച്ചാൽ കേശു സാന്റാൻ്റെ ഡ്രസ്സ് ഇട്ടപ്പോഴേക്ക് കേശുവിന് പിന്നെ എല്ലാവരെയും കാണിക്കണം. അങ്ങനെ നേരെ വീട്ടിൽ പോയി അച്ഛനെ അമ്മയൊക്കെ കാണിച്ച്, അപ്പോൾ അമ്മ ഇല്ലായിരുന്നു, അമ്മ കുടുംബശ്രീ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അച്ഛനെ കാണിച്ച് അവിടെ നിന്ന് നേരെ ഇങ്ങ് വന്ന് ചേട്ടനെയും ചേച്ചിയും കാണിക്കാനായിട്ട് അങ്ങനെ നന്ദുവിനെയും അനന്തക്കുട്ടനെയൊക്കെ കാണിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ, ഒരു നല്ല രസമുണ്ടായിരുന്നു. കുട്ടി സാന്റയായിട്ട് ആൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവരെയൊക്കെ കാണിച്ചിട്ട്, ഇതിപ്പോൾ മൺവിളയിലാണ് മൂത്ത നാത്തൂൻ താമസിക്കുന്നത്. അങ്ങനെ മൺവിളയിൽ വന്ന് അവരെയും കാണിച്ചിട്ട് ഇന്ന് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാനായിട്ട് പോവുകയാണ്. അപ്പോൾ കേശുവിന് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറിയൊരു ചാഞ്ചാട്ടം, ഈ ഡ്രസ്സ് ഇട്ടിട്ട് അവന് നാണക്കേടാവോ എന്ന് ചോദിക്കേണ്ട, മാസ്ക് വെച്ചുകൊണ്ട് വരണില്ല, മാസ്ക് ഊരി വെച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ച്, പിന്നെ പിള്ളേർ നിർബന്ധിച്ച് ആ മാസ്ക് ഒക്കെ ഇടിച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ കഴിഞ്ഞ് പിന്നെ ഇന്ന് അച്ഛൻ്റെ അമ്മേരെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം കൂടെ ആയിരുന്നേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് ഞങ്ങൾ
ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോവായിരുന്നു. കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറി ഗംഭീരമായിട്ടായിരുന്നു ആഘോഷിച്ചത്. അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ സർപ്രൈസൊക്കെ കൊടുക്കാനായിട്ട് പറ്റി, എനിക്കും അനിയത്തിക്കും കൂടെ. ഞങ്ങൾ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് എല്ലാവരെയും വിളിച്ച് അച്ഛനും അമ്മയ്ക്കും ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ അവിടെ ഒരു എക്സിബിഷൻ കാണിക്കാമെന്നുള്ള രീതിയിലാണ് കുഞ്ഞമ്മയുടെ മോളും ഭർത്താവും കൂടെ അവരവിടെ കൊണ്ടുവന്നത്. അപ്പോഴേക്കും ഞങ്ങളിപ്പോൾ അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. കഴിഞ്ഞ വർഷത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഇത് അച്ഛനും അമ്മയും അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ നേരെ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഞാനും അമ്മയും അച്ഛനും കേശുവും ചേട്ടനും. ഇവിടുത്തെ അമ്മ വന്നില്ല. അമ്മയുടെ സഹോദരൻ മരിച്ചിട്ട് ഒരു മാസമൊന്നും ആയില്ലല്ലോ. അതുകൊണ്ട് അമ്മ അങ്ങനെ ഇപ്പോൾ ഒരിടത്തും വരാറൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് ട്രൈ ക്യാപ്പിലോട്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഇനി ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല രസമാണ് ഇവിടെ വരുമ്പോഴേക്ക്. നമുക്ക് പിന്നെ ഈ പറയും പോലെ ഫുഡും കൊള്ളായിരിക്കണം, പിന്നെ അവിടുത്തെ ആംബിയൻസും കൂടെ സെറ്റായിരിക്കണം, പിന്നെ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ആവുമല്ലോ ആ സ്ഥലം. പിന്നെ ഇപ്പം നമുക്കിങ്ങനെ പാർട്ടി നടത്തണമെങ്കിൽ എന്തെന്ന് പറഞ്ഞാലും ദൂരോട്ട് എങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മളെ സ്ഥലം അറിയാമല്ലോ. നേരെ തമ്പുരാൻ നടയിലോട്ട് ഇറങ്ങിയാലും അവിടെ ഇല്ലാത്ത ഹോട്ടലുകളും കാര്യങ്ങളും ഉണ്ട്. ഹലൈസ് ആയിരുന്നാലും സംസമായിരുന്നാലും എനിക്ക് അറിഞ്ഞുകൊണ്ട് ടെക്നോ പാർക്ക് തൊട്ട് അറ്റം വരെ അത്രയും ഹോട്ടലുകളാണ്. അത് രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഹോട്ടലുകൾ തുറന്നിരിക്കുകയും ചെയ്യും. എല്ലാം ഏതൊരെണ്ണം പുതുതായിട്ട് തുടങ്ങിയാലും അവിടെയും ഭയങ്കര തള്ളലും കാര്യങ്ങളും ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് എന്താ പറയാനായിട്ട് അൽഫാം മന്തിയാണ് കഴിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഈ ഹോട്ടലിൽ വന്നായിരുന്നു. ഞങ്ങളും അന്ന് നന്ദു അനന്തും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന് അടിച്ചു പൊളിച്ച് അൽഫാം മന്തിയൊക്കെ കഴിച്ചിട്ട് പോയി. ഞങ്ങൾ അന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം 12 മണി ആവാറായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചേട്ടൻ്റെ മാമച്ചി മരിച്ചു എന്ന് വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ആ വീഡിയോസൊന്നും പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ച് ഷാർജയിലിരിക്കുകയാണെങ്കിൽ പിന്നെ ഷാർജ പ്രധാനമാണ്. അങ്ങനെ ഷാർജയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വന്ന് അച്ഛനമ്മേനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് ചെറിയൊരു പാർട്ടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേക്ക് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് കേക്ക് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ അമ്മയ്ക്കുള്ള പാഴ്സലും കൂടെ കൊണ്ടാണേ വന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജിൽ നിന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.